السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده، وأفضل الصلاة وأتم السلام على سيدنا محمد لا نبي بعده، وعلى آله وأصحابه الفائزين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വെച്ച് സഹാബത്ത്, മറ്റു മഹാന്മാരായ അമ്പിയാക്കളെ മദ്ഹ് ചെയ്തതും റസൂലുള്ളാഹ് അത് അംഗീകരിച്ചതും, അതിന് ശേഷമായി റസൂലുള്ളാഹിന്റെ മദ്ഹ് അവരെ മുമ്പിൽ വെച്ച് പറഞ്ഞതും എല്ലാം കഴിഞ്ഞ ക്ലിപ്പിൽ നമ്മൾ കേട്ടു. ഇനി അതിനോട് ചേർത്ത് വെക്കാൻ ചില കാര്യങ്ങളും കൂടി ഉണ്ട്. അതാണ് ഇന്ന് നിങ്ങളുടെ സമക്ഷത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ബുഖാരി ആണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ലിഹസ്സാന മിമ്പറൻ ഫിൽ മസ്ജിദി. മദീനത്തെ പള്ളിയിൽ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു മിമ്പർ റസൂലുള്ളാഹി വെച്ചു കൊടുക്കുമായിരുന്നു. യഖൂമു അലൈഹി ഖായിമ, അതിൻ്റെ മേലെ കയറിക്കൊണ്ട് ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ പവർ പറയുമായിരുന്നു. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയും റസൂലുള്ളാഹിന്റെ ശത്രുക്കളുടെ വാദങ്ങളെ ഗണ്ണിക്കുകയും ചെയ്യുമായിരുന്നു. ആ സമയത്ത് അള്ളാഹിന്റെ റസൂൽ പറയുമായിരുന്നു, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാൻ ബിറൂഹിൽ ഖുദ്സ് മാ നാഫഹ ഔ ഫാഖറ അൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു. മാ നാഫഹ ഔ ഫാഖറ അൻ റസൂലില്ലാഹ്, അള്ളാഹിന്റെ റസൂലിനെ തൊട്ട് പവർ പറയുകയും അള്ളാഹിന്റെ റസൂലിനെ തൊട്ട് പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാലത്തോളം അള്ളാഹു തആല ഹസ്സാൻ എന്നവർക്ക് റൂഹുൽ ഖുദ്സ് കൊണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ വെച്ച് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നത് സുന്നത്താണ് എന്ന് ഈ ഹദീസ് തെളിയിക്കുന്നു എന്ന്. ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വരികൾ വളരെ രസമുള്ളതാണ്, വളരെ പ്രസക്തമാണ്. വരിദൽ ഹുദാ ഫൽ കായിനാതു ദിയാഉ, മാർഗദർശി ജനിച്ചു, അപ്പോൾ എല്ലാ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, ഭൂമിയും എല്ലാം വെളിച്ചമുള്ളതായി. മാ അജ്മല മിൻക ഖത്തു ലം തറ ഖത്തു ഐനി വ അജ്മല മിൻക ലം തറ ഖത്തു ഐനി. തങ്ങളെക്കാളെ അഴകുള്ള ഒരാളെ എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല, ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനവറുടെ വരികളിലൂടെ പറയുന്നു. വഹ്സന മിൻക ലം തരിദിൻ നിസാഉ, തങ്ങളെക്കാളെ നല്ല ഒരു കുട്ടിയെ പെണ്ണുങ്ങൾ ആരും പ്രസവിച്ചിട്ടില്ല. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, തങ്ങളെ പടക്കപ്പെട്ടത് ഒരു ന്യൂനതയുമില്ലാതെയാണ്. തങ്ങളുടെ സൃഷ്ടിപ്പിൽ യാതൊരു ന്യൂനതയും നാം കാണുന്നില്ല.
തങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലെയാണ് തങ്ങളെ റബ്ബ് തങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞ് പുകഴ്ത്തി പാടിയത് പ്രസിദ്ധമാണ്. ഇത് തന്നെയല്ലേ നമ്മൾ മൗലിദിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഉരിദൽ ഹബീബു വമിസ്ലുഹു ലാ യൂലദു ഉരിദൽ ഹബീബു വഖദ്ദുഹു മുതവരിദു യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. ഉരിദൽ ഹബീബ്, ഹബീബ് പ്രസവിക്കപ്പെട്ടു. വമിസ്ലുഹു ലാ യൂലദു, അതുപോലെ ഒരാളെ പ്രസവിക്കപ്പെടുകയില്ല. ഒരാളും പ്രസവിച്ചിട്ടുമില്ല, പിന്നെ ഒരാളോട്ട് പ്രസവിക്കൂല്ല. ഉരിദൽ ഹബീബു വഖദ്ദുഹു മുതവരിദു, അവിടുത്തെ കവിൾത്തടം വളരെ പ്രകാശിച്ചുകൊണ്ട് വളരെ സുഗന്ധരൂപത്തിൽ സുഗന്ധം വീശിക്കൊണ്ട് അവരെ ജനിച്ചു, ഹബീബ് പ്രസവിക്കപ്പെട്ടു എന്നെല്ലാം മൗലിദിലൂടെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും അതിന് സമാനമായ വരികളാണ്. അപ്പം അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചതും പ്രോത്സാഹനം നൽകിയതുമാണ് എന്ന് നമുക്കിതിലൂടെ എല്ലാം മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ റസൂലുള്ളാഹി അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ആമിറുൽ അൻസാരി എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് ആമിറുൽ അൻസാരി എന്ന സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മസമയത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അബ്നായിഹി വ അഷീറത്തിഹി, പല മക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ. അപ്പോൾ അവർ കുടുംബങ്ങളും മക്കളൊക്കെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആമിറുൽ അൻസാരി എന്നവർ റസൂലുള്ളാഹി ജനിച്ച സമയത്തുള്ള അത്ഭുത സംഭവങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. വയഖൂലു ഹാദൽ യൗം, എന്നിട്ട് ആമിറുൽ അൻസാരി പറയുന്നുമുണ്ട്, ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ദിവസത്തിലാണ് റസൂലുള്ളാഹി ജനിച്ചത്. ആ ജനിച്ച സമയത്ത് ഇന്നൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായി, പല അത്ഭുതങ്ങളും ലോകത്തുണ്ടായി, സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ജനിച്ച സമയത്തുള്ളതൊന്നും അങ്ങനൊന്നും പറയാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബർ റഹ്മ, തീർച്ചയായും അല്ലാഹു തആല നിനക്ക് റഹ്മത്തിൻ്റെ കവാടങ്ങൾ ഓപ്പനാക്കിയിരിക്കുന്നു. വൽ മലായികത്തു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക്, മലക്കുകൾ മുഴുവനും നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നു. മൻ ഫഅല ഫിഅലക നജാ നജാതക, ആരെങ്കിലും നിന്റെ ഈ പ്രവൃത്തി പോലെ പ്രവർത്തിച്ചാൽ നജാ നജാതക, നീ രക്ഷപ്പെടുന്നത് പോലെ അവനും രക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിറുൽ അൻസാരി എന്ന സഹാബിയോട് പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് ചെന്ന് ഹിജറ എന്ന സമയത്ത് മദീനക്കാർ സന്തോഷം പ്രകടിപ്പിച്ചതിൽ വളരെ പ്രസിദ്ധമാണല്ലോ. അവർ ദഫുകളൊക്കെ മുട്ടി, കുട്ടികളും സ്ത്രീകളും മറ്റുള്ളവരെല്ലാവരും വന്നു, എല്ലാവരും കൂടി വന്ന് റസൂലുള്ളാഹിനെ വരവേറ്റ് ദഫ് മുട്ടി വരവേറ്റു. അതിലവർ ചൊല്ലിയ പദങ്ങളെന്താണ്, വരികളെന്താണ്? طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع. അങ്ങനെ കുറേ വരികളുണ്ട്. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഇതാ ബദറായ 14-ാം രാവ് പോലെയുള്ള
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലേക്ക് ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വജബ ശുക്രു അലൈന, ഞങ്ങളെ മേൽ നന്ദി നിർബന്ധമാണ്. മാ ദഅ ലില്ലാഹി ദാഇ, അള്ളാഹുവിലേക്ക് ഒരു പ്രബോധനം നടത്തുന്ന കാലത്തോളം നമുക്ക് ആ റസൂലുള്ളാഹിനോട് നന്ദി ചെയ്യൽ നിർബന്ധമാണ്. അയ്യുഹൽ മബ്ഊസ് ഫീന, ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയേ, ജിഅ്ത ബിൽ അംരിൽ മുതാഇ, അനുസരിക്കപ്പെടാവുന്ന കാര്യം തന്നെയാണ് തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേറ്റത്. ഇത് റബീഉൽ അവ്വൽ 12-നായിരുന്നു. റബീഉൽ അവ്വൽ 12-നാണത് റസൂലുള്ള അവിടെ ഖുബാ എന്ന സ്ഥലത്തെത്തുന്നത്. ആ സമയത്ത് അവിടെ റസൂലുള്ളാഹിനെ വരവേറ്റത് റസൂലുള്ള അംഗീകരിച്ചു. റസൂലുള്ളാഹിന് സന്തോഷം പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, പിന്നെ ബനു നജ്ജാർ എന്ന് പറയുന്നൊരു ഗോത്രത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ വന്നിട്ട് ദഫ് മുട്ടി പറഞ്ഞത്, നഹ്നു ജവാരിൻ മിൻ ബനി നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി, ഞങ്ങൾ ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട പെണ്ണുങ്ങളാണ്. യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി, നമ്മൾക്ക് അയൽക്കാരനായി കിട്ടിയ മുഹമ്മദ് നബി വളരെ സന്തോഷമാണ്, വളരെ നല്ല അയൽവാസിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞവർ പാടി, ദഫ് മുട്ടിപ്പാടി. ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് പാടുക, പറയുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് വളരെ താല്പര്യമുള്ള, സന്തോഷമുള്ള കാര്യമാണ് എന്നാണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് നമ്മുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അവിടുത്തെ മദഹുകൾ എപ്പോഴും ഉരുവിടാനും അത് പറയാനും പാടാനും കേൾക്കാനും എല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ പാപികളാണ് റബ്ബേ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ. എൻ്റെ ഹബീബിനുള്ള മെഹബത്ത് ഞങ്ങളെ ഖൽബിൽ നിറക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ആ ഹബീബിൻ്റെ ഷഫാഅത്തിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് എൻ്റെയും നിൻ്റെ ഹബീബിൻ്റെയും പൊരുത്തത്തിലായി നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഫലസ്തീൻ ജനതയ്ക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.